ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അൽ ഉസൂലു സലാസ, മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് എന്ന പുസ്തകമാണ്. വിശദീകരണം ഷെയ്ഖ് ഫൗസാൻ ഹഫിദഹുള്ളയുടേതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്ന് തത്വങ്ങൾ ഖബറിൽ ചോദിക്കുന്ന മൂന്ന് ചോദ്യങ്ങളാണ്. ഖബറിൽ മൂന്ന് ചോദ്യങ്ങൾ എല്ലാവരോടും ചോദിക്കും. മൻ റബ്ബുക്ക, നിന്റെ റബ്ബാരാണ്. മാ ദീനുക്ക, നിന്റെ ദീനെന്താണ്. മൻ നബിയുക്ക, നിന്റെ നബി ആരാണ്. ആ ഓരോ ചോദ്യത്തിനും മറുപടി പറയാൻ കഴിയണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ശരിയായ വിജ്ഞാനം ഉണ്ടാകണം. ബാറക്കല്ലാഹു ഫീക്കും. അപ്പം അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങൾ ഈമാൻ കാര്യങ്ങൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസ കാര്യങ്ങൾ അത് 6 ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിലെ മലക്കുകളിലുള്ള വിശ്വാസം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ മലക്കുകളുടെ ഇനങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരാൾക്കും കൊടുത്ത ഉത്തരവാദിത്വം എന്താണെന്ന് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാറക്കല്ലാഹു ഫീക്കും. എന്നിട്ട് ഷെയ്ഖ് ഫൗസാൻ ഹഫിദുള്ള പറയാണ്, ഇനി മലക്കുകളുണ്ട്. അവർ അള്ളാഹുവിനെ ഓർക്കുന്ന സ്ഥലങ്ങളിൽ പോയി അവിടെ അവരുടെ സാന്നിധ്യം ഉണ്ടാകും. മലക്കളുടെ സാന്നിധ്യം എവിടെയൊക്കെ അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ, അള്ളാഹുവിൻ്റെ കിതാബ് പഠിക്കുന്നുണ്ടോ, ദിക്റുകൾ ചൊല്ലുന്നുണ്ടോ, അത് തേടിപ്പോകുന്ന മലക്കുകളുണ്ട്. എന്നിട്ട് അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മജ്തമ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹി യത്ലൂന കിതാബല്ലാഹി വയതദാറസൂനഹു ബൈനഹും ഇല്ലാ നസലത് അലൈഹിമുസ് സക്കീന വഗശിയതുഹും അർറഹ്മ വഹഫത്ഹുമുൽ മലായികത്തു. അള്ളാഹുവിൻ്റെ വീടുകളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ജനതയുമില്ല. അവർ അള്ളാഹുവിൻ്റെ കിതാബ് പാരായണം ചെയ്യുകയും അത് പരസ്പരം അവർ തമ്മിൽ പഠിക്കുകയും ചെയ്യുമ്പോൾ അവിടെ ശാന്തതയും കാരുണ്യവും വലയം ചെയ്യും. അവിടെ മലക്കുകൾ അവരെ ചുറ്റുമുണ്ടാകും. ബാറക്കല്ലാഹു ഫീക്കും. ഈ മലക്കുകളാണ് ഭൂമിയിൽ അവർ തേടിപ്പോകും. എവിടെയൊക്കെയാണ് അള്ളാഹുവിനെ ഓർക്കുന്ന വൃത്തങ്ങളുള്ളത് എന്ന്. എന്നിട്ട് അവിടെ പോയിട്ട് അവിടെ സാന്നിധ്യമുണ്ടാകും. മലക്കുകളെക്കുറിച്ച് ആർക്കും അറിയില്ല. അവരുടെ വിവിധ ഇനങ്ങളെക്കുറിച്ചും അവരുടെ വിശദീകരണത്തെക്കുറിച്ചും അള്ളാഹുവിനല്ലാതെ. എന്നാൽ ഞങ്ങൾ സ്ഥിരീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ഏതാണ്? ഖുർആനിൽ വന്നതും ആധികാരിക സഹീഹായ ഹദീസുകളിൽ, നബി സല്ലല്ലാഹു ഹദീസുകളിൽ വന്നതും നമ്മൾ അത് സ്ഥിരീകരിക്കുന്നു, വിശ്വസിക്കുന്നു. എന്നാൽ അതിൽ പറയാത്ത കാര്യങ്ങൾ നമുക്കറിയില്ല, അതിലേക്ക് നമ്മൾ നോക്കുകയുമില്ല. കാരണം അത് അദൃശ്യജ്ഞാനത്തിൽപ്പെട്ടതാണ്. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയില്ല. അതിന് തെളിവ് വേണം. മലക്കുകളിലുള്ള വിശ്വാസം അത് ഇസ്ലാമിൻ്റെ സ്തംഭമാണ്, ഇസ്ലാമിൻ്റെ തൂണാണ്. അതുകൊണ്ട് ആരെങ്കിലും മലക്കുകളെ തള്ളിക്കളഞ്ഞാൽ, ആരെങ്കിലും പറയുന്നു മലക്കുകളില്ല, കാരണം നമ്മളവരെ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് മലക്കുകളില്ല എന്നാരെങ്കിലും പറഞ്ഞാൽ ആ വ്യക്തി അവിശ്വാസിയാണ്, കാഫിറാണ്, പിഴച്ചവനാണ്, പിഴച്ച വിശ്വാസിയാണ്, അള്ളാഹുവിൽ അഭയം തേടുന്നു. കാരണം അവൻ അദൃശ്യജ്ഞാനത്തിൽ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഒരു മുസ്ലിം അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കണം. അള്ളാഹു ഖുർആനിലും ഹദീസിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. അതേപോലെ ചിലർ മലക്കുകളുടെ അർത്ഥത്തെ ദുർവ്യാഖ്യാനിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു മലക്കുകൾ വെറും ആലങ്കാരികമാണ്, അവർ ശരീരങ്ങളില്ലാത്തതാണ്, മലക്കുകൾ എന്ന് പറഞ്ഞാൽ കുറേ ചിന്തകളാണ്, അത് വ്യക്തികളിൽ വരുന്നത് എന്നാണ് അവർ പറയുക. അത് നല്ല ചിന്തകളാണെങ്കിൽ
അത് മലക്കുകളാണെന്നും അത് ചീത്ത ചിന്തകളാണെങ്കിൽ അത് ഷെയ്ത്താനാണെന്നും. ഇത് നിരീശ്വരവാദികളുടെ പ്രസ്താവനയാണ്. അള്ളാഹുവിൽ അഭയം തേടുന്നു. നിർഭാഗ്യവശാൽ ഇത് തഫ്സീർ അൽ മനാറിലുണ്ട്. അതിൽ മുഹമ്മദ് റാഷിദ് റിദ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. ഇത് അസത്യമായ പ്രസ്താവനയാണ്. ആരെങ്കിലും അങ്ങനെ വിശ്വസിച്ചാൽ അവനൊരു അവിശ്വാസിയാണ്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം ഇത് ഉദ്ധരിച്ചത് മാത്രമാണ്, അദ്ദേഹം അതിൽ വിശ്വസിക്കുന്നില്ല എന്ന്. എന്നാലും ഉദ്ധരിച്ചിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കാത്തതും അപകടമാണ്. അതുകൊണ്ടിത് അസത്യമായ പ്രസ്താവനയാണ്. മലക്കുകളിൽ ഉള്ള അവിശ്വാസം. അള്ളാഹുവിനോടാണ് നമ്മൾ സുരക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു വ്യക്തി ഒന്നും അവൻ്റെ ബുദ്ധിയിൽ നിന്നോ അവൻ്റെ ചിന്തകളിൽ നിന്നോ അല്ലെങ്കിൽ ആരെങ്കിലും നിന്നും ഉദ്ധരിക്കാനോ ഒന്നും പാടില്ല. അല്ലെങ്കിൽ ഒരു പിഴച്ച വിശ്വാസിയിൽ നിന്നോ ഉദ്ധരിക്കാൻ പാടില്ല. മതത്തിൻ്റെ കാര്യങ്ങളും അദൃശ്യജ്ഞാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും. അവൻ എപ്പോഴും ഈ വിഷയങ്ങൾക്ക് ആശ്രയിക്കേണ്ടത് ഖുർആനെയും സുന്നത്തിനെയും മാത്രമാണ്. ഇത് നിർബന്ധമാണ്. തഫ്സീർ അൽ മനാറിൽ പറയുന്നുണ്ട്, ഇത് ഉദ്ധരിച്ചത് ഇഹ്യാ ഉൽ മുദ്ദീൻ എന്ന പുസ്തകത്തിൽ നിന്നാണ് എന്ന്. അത് അൽ ഗസാലിയുടെ പുസ്തകമാണ്. അള്ളാഹുവിനാണ് ഏറ്റവും നല്ലോണം അറിയാം. ഈ ഇലിയാ ഉലൂമുദ്ദീൻ എന്ന പുസ്തകവും അൽ ഗസാലിയുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന പുസ്തകം, അതിൽ ഒരുപാട് തിന്മകളും ദുരന്തങ്ങളുമുണ്ട്. എന്നാൽ അതിൽ ചില ഗുണങ്ങളുമുണ്ട്, പ്രയോജനങ്ങളുമുണ്ട്. എന്നാൽ അതിൽ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം ഇടകലർന്നതാണ്. ഈ പുസ്തകത്തിൽ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന പുസ്തകത്തിൽ, അൽ ഗസാലിയുടെ പുസ്തകത്തിൽ കൂടുതൽ തിന്മയാണ് നന്മയേക്കാൾ. അതുകൊണ്ട് അത് ഒരു തുടക്കക്കാരനായ ഒരു വിദ്യാർത്ഥിക്ക് അത് യോജിച്ചതല്ല. അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് അതിലേക്ക് നോക്കുന്നത് വിജ്ഞാനമുള്ളവർക്കല്ലാതെ, വിജ്ഞാനമുള്ളവർ കൊണ്ട് ഉദ്ദേശം എന്താ? അവർക്ക് സത്യം അസത്യം വേർതിരിക്കാൻ കഴിയണം. അവർ മാത്രമേ ഇഹ്യാ ഉൽ മുദ്ദീൻ എന്ന പുസ്തകം, അൽ ഗസാലിയുടെ പുസ്തകം നോക്കുവാൻ പാടുള്ളൂ. മലക്കുകൾ ആലങ്കാരികമല്ല, അദ്ദേഹം പറയുന്നത് പോലെ. മറിച്ച് മലക്കുകൾക്ക് ശരീരങ്ങളും രൂപങ്ങളുമുണ്ട്. അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവാണ് അവർക്ക് രൂപങ്ങൾ എടുക്കാമെന്നത്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മനുഷ്യരൂപത്തിൽ വന്നിട്ടുണ്ട്. അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ രൂപങ്ങൾ എടുക്കാൻ, ആദമിൻ്റെ മക്കൾക്ക് പ്രയോജനം ചെയ്യാൻ. കാരണം ആദമിൻ്റെ മക്കൾക്ക് മലക്കുകളെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ, അള്ളാഹു സൃഷ്ടിച്ച ആ രൂപത്തിൽ കാണാൻ സാധിക്കുകയില്ല, പ്രയാസാണ്. അതുകൊണ്ട് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മനുഷ്യരൂപത്തിൽ മാത്രമേ വരാറുള്ളൂ. അത് ആദമിൻ്റെ മക്കളോടുള്ള കാരുണ്യം കൊണ്ടാണ്. അതുകൊണ്ട് ജനങ്ങൾ അവരെ അവരുടെ യഥാർത്ഥ രൂപത്തിൽ കാണുകയില്ല. അവരെങ്ങനെയാണോ, സത്യപ്രകാരം എങ്ങനെയാണോ അവരുടെ ശരിയായ രൂപം, ആ രൂപത്തിൽ കാണുകയില്ല. ശിക്ഷയുടെ സമയത്തല്ലാതെ. അള്ളാഹു പറഞ്ഞു, യൗമ യറൗനൽ മലായികത ലാ ബുശ്രാ യൗമഇദിൻ ലിൽ മുജ്രിമീന വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ. ആ ദിവസം അവർ മലക്കുകളെ കാണും. അന്ന് കുറ്റവാളികൾക്ക് ഒരു സന്തോഷവാർത്തയുമില്ല. അന്നേ ദിവസം മലക്കുകൾ പറയും, എല്ലാത്തരം സന്തോഷവാർത്തകളും നിങ്ങൾക്കിന്ന് നിഷിദ്ധമാണ്. ഇത് സൂറത്തുൽ ഫുർഖാൻ 25-ാം അധ്യായം 22-ാം വചനാണ്. അതേപോലെ മരണസമയത്ത് അവർ ആ വ്യക്തിയുടെ അടുത്ത് വരും. അപ്പോൾ മരണത്തിൻ്റെ മലക്കുകളെ കാണും. എന്നാൽ ഈ ലോകത്ത്
ഒരാൾ ജീവിച്ചിരിക്കുന്നിടത്തോളം അവൻ മലക്കുകളെ കാണുകയില്ല. കാരണം അവന് കാണാൻ സാധിക്കുകയില്ല. അള്ളാഹു മലക്കുകളെ പ്രകാശത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, ശൈത്താനെ തീയിൽ നിന്നും. ഖുർആനിൽ പറഞ്ഞതുപോലെ ആദമിനെ മണ്ണിൽ നിന്നും. അള്ളാഹുവിന് എല്ലാ കാര്യത്തിന്മേലും ശക്തിയുണ്ട്. സത്യനിഷേധികൾ വിശ്വസിക്കുന്നത് മലക്കുകൾ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്നാണ്, പെൺമക്കൾ. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസൻ അഷ്ഹിദു ഖൽഖഹും സതുക്തബു ഷഹാദത്തുഹും വയുസ്അലൂന. അവർ മലക്കുകൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവർ മലക്കുകളെ സ്ത്രീകളാക്കുന്നു. അവർ ഈ സൃഷ്ടിപ്പിന് സാക്ഷികളായിരുന്നു. അവരുടെ ഈ തെളിവ് അത് രേഖപ്പെടുത്തി വെക്കും. അങ്ങനെ അവർ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. ഇത് സൂറത്ത് സുഹ്റുഫ് 43-ാം അധ്യായം 19-ാം വചനാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇത്രയുമാണ് മലക്കുകളുടെ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ദർസിൽ അള്ളാഹുവിൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസമാണ്. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. ഹഫിദക്കുമുല്ലാ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.